നമ്മളിന്ന് ട്രേഡ് തിയറിയാണ് എടുക്കുന്നത്. നമ്മുടെ ട്രേഡ് തിയറിയിലെ മെറ്റീരിയൽസാണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത്. മെറ്റീരിയൽസിൽ അടുത്തൊരു മെറ്റീരിയലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? പെയിൻറ്റ്. എന്താണ്? പെയിൻറ്റ് അല്ലേ? പെയിൻറ്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? പെയിൻറ്റ് എവിടെ യൂസ് ചെയ്യുക? ഇന്നർ വോൾസിലും ഔട്ടർ വോൾസിലും പെയിൻറ്റ് യൂസ് ചെയ്യും അല്ലേ? പിന്നെ എവിടെ യൂസ് ചെയ്യും? സീലിങ്ങിൽ യൂസ് ചെയ്യും ഇല്ലേ? അതായത് പ്ലാസ്റ്ററിങ് ചെയ്യുന്ന എല്ലാ സർഫസസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുക? പെയിൻറ്റ് എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക? പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ എന്താ? എന്താ ക്ലിയർ ആവുന്നില്ല? അപ്പിയറൻസ് പറയാം. നല്ലൊരു ഫിനിഷിങ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാം. പിന്നെ എന്തിനാണ് കൊടുക്കുക? പെയിന്റ് എന്തിനാ കൊടുക്കുക? ആരുടെയോ അവിടെ നിന്ന് ടി വിയുടെ നല്ല നോയ്സ് വരുന്നുണ്ട്, അതൊന്ന് നോക്കാം. പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുക പെയിന്റ്? നല്ല ഫിനിഷ്. എന്തിനാ? ക്ലിയർ ആവണില്ലല്ലോ വോയിസ്. എന്താ? എനിക്ക് വോയിസ് ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആവുന്നില്ല. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. ഒന്ന് നോക്കൂ. എന്താണ് പെയിന്റ് നമ്മൾ പിന്നെ എന്തിനൊക്കെ യൂസ് ചെയ്യുക? നല്ല അപ്പിയറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ എന്താണ് ടെക്നിക്കലി അതെന്തിനാ യൂസ് ചെയ്യുക? പ്ലാസ്റ്ററിങ് സർഫസിനെ പ്രൊട്ടക്റ്റിംഗ് ആയിട്ട്, അതായത് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ആ സർഫസിനെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും പെയിന്റ് അല്ലേ? നമ്മൾ മെയിൻലി അത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? പെയിന്റ് യൂസ് ചെയ്യുക അല്ലേ? നമ്മൾ ഭംഗി മാത്രമാണോ നോക്കുക? അല്ല. അതായത് നമ്മൾ പ്ലാസ്റ്ററിങ്, നമ്മുടെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള സർഫസിൽ അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന പോലെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പെയിൻറ്റ് യൂസ് ചെയ്യുക അല്ലേ? നമുക്ക് പെയിൻറ്റ് എന്താണെന്ന് നോക്കിയാലോ. എന്താണ് പെയിൻറ്റ്? പെയിൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് പിഗ്മെൻറ്റ്സ് ആൻഡ് ബൈൻഡേഴ്സ് ദാറ്റ് ക്രിയേറ്റ് എ സോളിഡ് ഫിലിം വെൻ അപ്ലൈഡ് ടു എ സർഫസ്. എന്താണ് പെയിൻറ്റ് എന്താണെന്ന് പറയുന്നതിൽ തന്നെ പെയിൻറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാ? പിഗ്മെൻറ്റ്സ്. എന്താ പിഗ്മെൻറ്റ്സ്? പിഗ്മെൻറ്റേഷൻ കേട്ടിട്ടുണ്ടോ? എന്താ പിഗ്മെൻറ്റ്സ്? കളർ പിഗ്മെൻറ്റ്സ് കേട്ടോ. എന്താ പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? കളർ പിഗ്മെൻറ്റ്സ്. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഈ ഫുഡ് കളറൊക്കെ കൊടുക്കില്ലേ? ഇല്ലേ? ഫുഡിൽ നമ്മൾ കളർ ആഡ് ചെയ്യാറില്ലേ? അതൊരു പിഗ്മെൻ്റ് ആണ്. എന്താ? ഫുഡിന് കളറ് ആഡ് ചെയ്യാനായിട്ടുള്ള പിഗ്മെൻറ്റ്സ്. അതുപോലെ തന്നെ പെയിൻറ്റിലും എന്തുണ്ട്? കളർ പിഗ്മെൻറ്റ്സ് ഉണ്ട്. പിഗ്മെൻറ്റ്സ് ആൻഡ് ബൈൻഡേഴ്സ്. എന്താ ബൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ? ചേർത്ത് നിർത്താം. അതായത് ബൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്ന മെറ്റീരിയൽസ്. ദാറ്റ് ക്രിയേറ്റ്സ് എ സോളിഡ് ഫിലിം. അതായത് ഒരു സോളിഡ് ആയിട്ടുള്ള ലെയർ പോലെ ക്രിയേറ്റ് ചെയ്യും. ദെൻ അപ്ലൈഡ് ടു എ സർഫസ്. ഒരു സർഫസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു സോളിഡ് ഫിലിം പോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? പെയിൻറ്റ് എന്ന് പറയുന്നത്. ആ പെയിൻറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? പിഗ്മെൻറ്റ്സ് ഉണ്ട്, ബൈൻഡേഴ്സ് ഉണ്ട്. പിഗ്മെൻറ്റ്സ് ഉണ്ട്, ബൈൻഡേഴ്സ് ഉണ്ട്. എന്തിൻ്റെ മിക്സ്ചറാണ്? പിഗ്മെൻറ്റ്സിൻ്റെയും ബൈൻഡേഴ്സിൻ്റെയും ഒരു മിക്സ്ചറാണ് എന്ത്? പെയിൻറ്റ് എന്ന് പറയുന്നത്. പെയിൻറ്റ് കളറില്ലേ?
വൈറ്റ് ആയിരിക്കാം. പിന്നെ ഏതൊക്കെയാ? പല ടൈപ്പ് കളറുകളുണ്ട് അല്ലേ? നമ്മൾ സാധാരണ നോർമലി പെയിൻറ്റിൽ കളേർഡ് ആയിട്ടുള്ള പിഗ്മെൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അല്ലാതെ എന്തുണ്ട്? കളർ നമ്മൾ ഈ ഫുഡിൽ കളർ ആഡ് ചെയ്യല്ലേ, അതുപോലെ തന്നെ പെയിന്റിലും ഉണ്ട് കളർ പിഗ്മെന്റ്സ് എന്നാ പറയാ അതിനെ. പിഗ്മെന്റേഷൻ കേട്ടിട്ടുണ്ടോ? സ്കിന്നിൽ പിഗ്മെന്റേഷൻ സംഭവിക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എക്സ്ട്രാ കളറിൽ നമ്മുടെ സ്കിൻ ടോൺ അല്ലാതെ വേറെ കളറുകൾ വരുന്നതിനെയാണ് സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരിക എന്ന് പറയാം. അതുപോലെ തന്നെയാണ് എന്ത്, കളറുകൾ മാറിയിട്ടുള്ളതിനെ പിഗ്മെന്റ്സ് എന്ന് പറയും. നമ്മൾ കളർ പിഗ്മെന്റ്സ് എന്നാണ് കേട്ടോ പറയാം. അപ്പം നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യും, വൈറ്റ് കളറിൽ വേറെ കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അല്ലാതെയും എന്തുണ്ട്, കളേർഡ് ആയിട്ടുള്ള പെയിൻറ്റ്സും വരുന്നുണ്ട് അല്ലേ? നിങ്ങൾ പർച്ചേസ് ഒക്കെ ചെയ്യാറില്ലേ സൈറ്റിൻ്റെ ആവശ്യത്തിന്? ചെയ്യാറില്ലേ? ചെയ്യുന്നവർക്കറിയാം പെയിൻറ്റിൻ്റെ. പിന്നെ എന്താണ്, നമുക്ക് ഒന്നും കൂടിയും പറയാം പെയിൻറ്റിനെ കുറിച്ച്. പെയിൻറ്റ് ഈസ് എ മെറ്റീരിയൽ ഓർ മിക്സ്ചർ. ഒരു മെറ്റീരിയലാണ്, അതായത് നമ്മുടെ സിവിൽ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഒരു മിക്സ്ചറാന്ന് പറയാം. വെൻ അപ്ലൈഡ് ടു എ സോളിഡ് മെറ്റീരിയൽ ആൻഡ് അലോഡ് ടു ഡ്രൈ ആഡ്സ് എ ഫിലിം ലൈക്ക് ലെയർ. എന്താണ്, അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സോളിഡ് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഉണങ്ങാനായിട്ട് അനുവദിക്കണം. അതിനുശേഷം എന്തായിരിക്കും നമ്മൾ കാണുക, ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു ലെയർ അവിടെ ഫോം ചെയ്തേക്കണത് കാണാൻ പറ്റും അല്ലേ? പെയിൻറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റർ ചെയ്ത സർഫസ് മനസ്സിൽ വിചാരിക്കുക. അതിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു, പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണങ്ങാനായി നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. അതിനുശേഷം നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ലെയർ പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ ഇങ്ങനെ ലെയറായിട്ട് പറ്റി പിടിച്ചിരിക്കുന്നു അല്ലേ? പെയിൻറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെയല്ലേ ഫീൽ ചെയ്യുക, ഒരു ക്ലിയർ ആയിട്ടുള്ള ഫിലിം പോലെ ഒരു സർഫസ് നമുക്ക് കിട്ടും. ഇടയ്ക്ക് സ്ക്രീൻ പോകുന്നുണ്ടോ? എനിക്കിവിടെ സ്ക്രീൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചു. ഇത് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇത്രയാണ് പെയിൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പെയിൻറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പോലെ. അടുത്ത എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ പെയിൻറ്റ്. ഒരു പെയിൻറ്റിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ക്യാരക്ടേഴ്സ്. സ്ക്രീൻ മാറിയോ? എനിക്കിവിടെ മാറിയിട്ടില്ല, അതാണ് ഞാനിങ്ങനെ. ആൻ ഐഡിയൽ പെയിൻറ്റ്, ഒരു ഐഡിയൽ പെയിൻറ്റിന് വേണ്ട, ഒരു നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റിന് വേണ്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ്, റെസിസ്റ്റൻസ് ടു വിയർ. എന്താണ് വിയർ? എന്താണ് വിയർ? പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്താണ് വിയർ? തേയ്മാനം അല്ലേ? എന്താണ്, നമ്മൾ സ്റ്റോണിൻ്റെ ബിൽഡിംഗ് സ്റ്റോൺസിൽ പഠിച്ചിട്ടുണ്ട്. ഗുഡ് ക്യാരക്ടേഴ്സ് ഓഫ് ഗുഡ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് അതിൽ റെസിസ്റ്റൻറ്റ് ടു വിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറക്കരുതേ, ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക്സുകളൊന്ന് നോക്കണം, മറന്നു പോയിരുന്നു. റെസിസ്റ്റൻറ്റ് ടു വിയർ എന്താണ്? തേയ്മാനം റെസിസ്റ്റ് ചെയ്യണം, തേയ്മാനത്തെ പ്രതിരോധിക്കണം. നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ചെയ്ത് വെച്ച സർഫസ് ആണെങ്കിൽ എന്താണ്, അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല, വൈറ്റ് വാഷ് പോലും നമ്മൾ അടിച്ചിട്ടില്ല. അപ്പം എന്താണ്, കാലക്രമേണ എന്ത് സംഭവിക്കും, അതിൽ എന്തെങ്കിലും വേറെ മെറ്റീരിയൽസോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ കൊണ്ട് എന്ത് പറ്റാം, തേയ്മാനം സംഭവിച്ചു പോവാം അല്ലേ? സംഭവിച്ചുകൂടെ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങൾ തട്ടിയിട്ടോ അങ്ങനെ എന്ത് സംഭവിക്കാം, തേയ്മാനം സംഭവിക്കാം. അതിനെ പ്രതിരോധിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്, പെയിൻറ്റ് അല്ലേ? പെയിൻറ്റ് തേയ്മാനം സംഭവിക്കാതെ ആ സർഫസിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ്
ചെയ്യുന്നുണ്ട്, ചെയ്യണം. അങ്ങനെ ചെയ്താലാണ് എന്താണ് ഒരു ഐഡിയൽ പെയിൻറ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തെന്താണ് കളർ ഫാസ്റ്റ്നെസ്. എന്താ കളർ ഫാസ്റ്റ്നെസ്? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെയിൻറ് ഔട്ടറിൽ, അതായത് ഔട്ടർ ഹോളിലാണ് നമ്മളൊരു പെയിൻറ് ചെയ്തതെന്ന് വിചാരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? പെയിൻറ്റിന് ഫെയ്ഡ് ആവില്ല, പെയിൻറ് ഫെയ്ഡ് ആവും. എന്താണ്? വെയിൽ കൊണ്ടിട്ട് അതിൻ്റെ കളറിലൊക്കെ ചേഞ്ച് വരാം അല്ലേ? ഫെയ്ഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് വെയിൽ കൊണ്ടിട്ട്, വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് എന്ത് സംഭവിക്കാം? പെയിൻറ് ഫെയ്ഡായി പോവാം. അപ്പം അങ്ങനെ സംഭവിക്കാത്ത പെയിൻ്റ് ആയിരിക്കണം. അതാണ് കളർ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, കളറ് ഫെയ്ഡ് ആവാതിരിക്കുക. ആദ്യത്തെ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻറ്റ് ടു വിയർ ആണ്. രണ്ടാമത്തെ എന്ത് പറഞ്ഞു? കളർ ഫാസ്റ്റ്നെസ്, അതായത് കളറൊന്നും ഫെയ്ഡ് ആവാതിരിക്കുക. പെയിൻറ്റിലുള്ള കളർ പിഗ്മെൻറ്റ്സ് എന്താവാതിരിക്കുക? നാശാവാതിരിക്കുക, അതിൽ ചേഞ്ച് വരാതിരിക്കുക. ഓക്കെ, അടുത്ത എന്താണ് പറയുന്നത്? മൂന്നാമത്തെ റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്, പീലിംഗ് ആൻഡ് ചിപ്പിംഗ്. എന്താ ക്രാക്ക് ചെയ്യാന്ന് വെച്ചാ? ക്രാക്ക് എന്ന് പറഞ്ഞാൽ വിള്ളലുകൾ അല്ലേ? വിള്ളലുകൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഹെയർ, അതായത് ഹെയറിൻ്റെ തിക്നെസ്സിൽ ക്രാക്കുകൾ വരാം പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്ത്, അല്ലെങ്കിൽ അതിനും വലിയ ക്രാക്കുകൾ വരാം. എന്തിൻ്റെ ഡിഫക്റ്റ് കാരണം? നമ്മൾ ചിലപ്പോൾ കറക്റ്റായിട്ട് ക്യൂറിങ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, നനച്ച് കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം അല്ലേ? പിന്നെ എന്ത് വരാം? എഫ്ലോറസെൻസ് വരാം അല്ലേ? ഒരു വൈറ്റ് പാച്ച് കളറുകൾ കാണാറില്ലേ? നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത സ്ഥലത്ത് വൈറ്റ് പാച്ചസ് കാണാറില്ലേ? വൈറ്റ് കളറിൽ. അതെന്താണ്? സോൾട്ടിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോഴാണ് അങ്ങനെ വൈറ്റ് കളറുകൾ കാണുക. നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത മോട്ടാർ ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്ത സർഫസിൽ ക്രാക്കുകൾ കാണാൻ പറ്റും, വൈറ്റ് പാച്ചസുകൾ കാണാൻ പറ്റും. ക്രാക്കുകൾ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതായത് ബൾജ് ചെയ്ത് വരിക. ഈ പ്ലാസ്റ്റർ ചെയ്ത സ്ഥലം ബൾജ് ചെയ്ത് വരണ കണ്ടിട്ടുണ്ടോ? ഒന്ന് വീർത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുക, കണ്ടിട്ടുണ്ടോ? ആ, അതൊക്കെ എന്താണ്? നമ്മുടെ പ്ലാസ്റ്റർ ആയിട്ടുള്ള സർഫസിന് വരുന്ന ഡിഫക്റ്റുകളാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? പീൽ ചെയ്യുക. എന്താ പീൽ ചെയ്യുക? ഇങ്ങനെ ഒലിഞ്ഞു പോരുക അല്ലേ? അതിനാണ് പീൽ ചെയ്യുക എന്ന് പറയുക. ഇങ്ങനെ ഒലിഞ്ഞു പോരുക. അതുപോലെ ചിപ്പ് ചെയ്യുക, ഇങ്ങനെ പൊളിഞ്ഞ് അടർന്നു പോരുക. അതൊക്കെ എന്താണ്? അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന ഇതായിരിക്കണം ഒരു നല്ല പെയിൻറ്റ്. നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെ റെസിസ്റ്റ് ചെയ്യണം? ക്രാക്കിംഗ്, പീലിംഗ് ആൻഡ് ചിപ്പിംഗ്. ക്ലിയർ അല്ലേ? അത് ക്ലിയർ അല്ലേ? അടുത്ത എന്താണ്? സ്റ്റെയിൻ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻസ്. എന്തിനു ചെയ്യണം? സ്റ്റെയിനെ റെസിസ്റ്റ് ചെയ്യണം, അതുപോലെ സ്ക്രാച്ചിനെയും റെസിസ്റ്റ് ചെയ്യണം. എന്താ സ്റ്റെയിൻ? കറ അല്ലേ? സ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്താണ്? കറകൾ. കറ പിടിക്കുക, കണ്ടിട്ടില്ലേ? എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കളർ പോലെ നിൽക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ പരസ്യത്തിലൊക്കെ കാണാം, ഏഡിലൊക്കെ കാണാൻ പറ്റും, പെയിൻറ്റിൻ്റെ ഏഡിൽ അല്ലേ? സ്റ്റെയിനുകളെ റിമൂവ് ചെയ്യുന്നത്, സ്റ്റെയിൻ പിടിക്കാത്ത പെയിൻറ്റുകളെ കുറിച്ച് ആഡ് കണ്ടൂടെ? ആഡിൽ കാണിക്കുന്നില്ലേ? നിങ്ങൾ ആഡൊന്നും കാണാറില്ലേ പെയിൻറ്റിൻ്റെ ഒന്നും? ആ, അതിൽ ഈ സ്റ്റെയിൻ പിടിക്കാത്ത പെയിൻറ്റുകളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ എന്തായിരിക്കണം? സ്റ്റെയിനും സ്ക്രാച്ചും റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം ഒരു നല്ല പെയിൻറ്റ്. ആ ക്വാളിറ്റി പെയിൻറ്റിന് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? വാട്ടർ റെസിസ്റ്റൻസ്. എന്താണ്? വാട്ടർ റെസിസ്റ്റൻസ്. വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാൻ പാടില്ല. ചിലതെന്താണ്? നമ്മൾ വൈറ്റ് വാഷൊക്കെ അടിച്ചാലും ചില പെയിൻറ്റുകൾ അടിച്ചാലും എന്താണ്? വാട്ടറെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും, എന്നിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. എന്തായിരിക്കണം? വാട്ടറിനെ റെസിസ്റ്റ്
ചെയ്യുന്നതായിരിക്കണം ഒരു നല്ല പെയിൻറ്റ്. പെയിൻറ്റിൻ്റെ ക്വാളിറ്റീസ് ചോദിക്കാം കേട്ടോ. നല്ല അതായത് അതിൻ്റെ ഐഡിയൽ പെയിൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായാലും ചോദിക്കാം എക്സാമിന് കേട്ടോ. അപ്പം ഇത് എന്തായാലും പഠിച്ചു വയ്ക്കുക. NB ക്ലിയർ? എന്തൊക്കെ വേണം? ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ്. റെസിസ്റ്റൻസ് ടു വിയർ, തേയ്മാനം ഉണ്ടാവാനായിട്ട് പാടില്ല, തേയ്മാനത്തെ റെസിസ്റ്റ് ചെയ്യണം. പിന്നെന്താണ്? കളർ ഫാസ്റ്റ്നെസ്, എന്താണ്? പെയിൻറ്റ് ഫെയ്ഡ് ആവാതെ നോക്കണം. പിന്നെന്താണ്? റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്, പീലിംഗ് ആൻഡ് ചിപ്പിംഗ്. ക്രാക്ക് ഉണ്ടാകാൻ, വിള്ളലുകൾ വരാൻ പാടില്ല, ഊർന്ന് പോവാനായിട്ട് പാടില്ല, അതുപോലെ ചീളുകളായിട്ട് പറഞ്ഞു പോരാനായിട്ടും പാടില്ല. അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യണം. പിന്നെന്താണ്? സ്റ്റെയിൻ ആൻഡ് സ്ക്രാച്ച് റെസിസ്റ്റൻസ്, കറകളും സ്ക്രാച്ചിനെയും റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. പിന്നെന്ത് വേണം? വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യണം. മെയിൻലി റെയിൻ വാട്ടറാണ്. റെയിൻ വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യണം. വാട്ടറിനെ എന്ത് ചെയ്യാൻ പാടില്ല? അബ്സോർബ് ചെയ്യാനായിട്ട് പാടില്ല. ഒരിക്കലും പെയിൻറ്റ് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പെയിൻറ്റുകൾ പാടില്ല. മനസ്സിലായി? ലോക്കലായിട്ടുള്ള പെയിൻറ്റുകളൊക്കെ ചിലത് എന്താണ്? വാട്ടറിനെ, റെയിൻ വാട്ടറിനൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതൊക്കെ എന്താണ്? നമ്മുടെ ബിൽഡിങ്ങിന് അത് നല്ലതല്ല. നമ്മുടെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളതിന് നല്ലതല്ല. എന്ത് സംഭവിക്കും? അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇല്ലേ? പെനിട്രേഷന് നമ്മൾ പഠിച്ചതല്ല ഒരു വട്ടം. പെനിട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? റെയിൻ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് അതിങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ആ വാട്ടർ പോവുക. പിന്നെ ഓരോ തുള്ളികളായിട്ട് നിൽക്കണ കണ്ടിട്ടുണ്ടാവും ചില വീടുകളിലൊക്കെ. പെനിട്രേഷൻ എന്താന്ന് മനസ്സിലായതല്ലേ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഐഡിയൽ പെയിൻറ്റ്. ഇതൊക്കെ ഇത്രയും ക്വാളിറ്റീസ് വേണം. ഒരു 5 പോയിൻ്റേ ഉള്ളൂ. പഠിച്ചു വയ്ക്കാവുന്ന ചെറിയ ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ. പഠിച്ചു വയ്ക്കാം. ഓക്കെ. അടുത്ത എന്താണ്? ഇൻഗ്രീഡിയൻസ് ഓഫ് ആൻ ഐഡിയൽ ഓയിൽ പെയിൻറ്റ്. എന്താണ്? ഓയിൽ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ടൈപ്സ് ഓഫ് പെയിൻറ്റുകൾ ഉണ്ടെങ്കിലും മെയിൻലി നമ്മുടെ സിലബസിൽ ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് എന്ത്? ഓയിൽ പെയിൻറ്റിൻ്റെ കേട്ടോ. എന്താണ്? ഓയിൽ പെയിൻറ്റ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഒരു ടൈപ്പേ നമ്മുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഓയിൽ പെയിൻറ്റ്. അപ്പം എന്തായാലും എക്സാമിന് അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. ഓക്കെ. എന്താണ്? ഓയിൽ പെയിൻറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെയാണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തുണ്ട്? എന്തുണ്ടെന്ന് പറഞ്ഞു? കളർ പിഗ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പം എന്താണ്? ആദ്യം പിഗ്മെന്റ് ആണ് പറയുന്നത്. കളർ പിഗ്മെന്റിനെ കുറിച്ചാണ് പറയണത്. എന്താണ്? ദിസ് പ്രൊവൈഡ്സ് ദി കളർ ടു ദി പെയിൻറ്റ് ആൻഡ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ ഓർ സിന്തറ്റിക് സോഴ്സസ്. എന്താണ്? എന്ത് കൊടുക്കുന്നുണ്ട്? പ്രൊവൈഡ് ദി കളർ ടു ദി പെയിൻറ്റ്. പെയിൻറ്റിന് കളർ കൊടുക്കുന്ന മെറ്റീരിയലാണ് എന്ത്? പിഗ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ കളറിനും ഓരോ കളർ പിഗ്മെന്റ്സ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഫുഡിലൊക്കെ നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് പെയിൻറ്റിൽ നമ്മൾ എന്താണ്? നമുക്ക് വേണ്ട കളർ പിഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട കളറിലുള്ള പെയിൻറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ദിസ് പ്രൊവൈഡ്സ് ദി കളർ ടു ദി പെയിൻറ്റ്. പെയിൻറ്റിന് വേണ്ട കളർ നൽകുന്ന മെറ്റീരിയലാണ് എന്ത്? പിഗ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പെയിൻറ്റിന് കളർ കൊടുക്കുന്ന മെറ്റീരിയലാണ് എന്ത്? പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ. പിന്നെന്താ പറയുന്നത്? ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം നാച്ചുറൽ ഓർ സിന്തറ്റിക് സോഴ്സസ്. എന്താണ്? നാച്ചുറൽ സോഴ്സസ് വഴി, അതായത് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുണ്ടാക്കുന്നതും അതുപോലെ സിന്തറ്റിക്സ് അതായത് കെമിക്കൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്? കളർ പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയൊക്കെയാ? നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് വഴി, അതുപോലെ കെമിക്കലായിട്ട്, അതായത് സിന്തറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? കെമിക്കലാണ് അല്ല, സിന്തറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസൊക്കെ വഴി ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പിഗ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കളറിൽ തന്നെ ഉണ്ട്. ഫുഡ് കളർ കെമിക്കലാണ്, കെമിക്കൽ അല്ലാത്തതുണ്ട് അല്ലേ? അത് ചിലവർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഫുഡ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നത് ഫുഡ് കളറിലൊക്കെ. ഓക്കെ, അത് തന്നെ ഇവിടെ ആലോചിച്ചാൽ മതി. എന്താണ്? നാച്ചുറൽ കളറും അതുപോലെ തന്നെ എന്താണ്? സിന്തറ്റിക് സോഴ്സസ് ഉപയോഗിച്ചിട്ട്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് വഴി അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കുക, അതായത് കളർ പിഗ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നാമത്തെ മെറ്റീരിയൽ പിഗ്മെൻ്റ് ആണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ? ബാക്കി ആരും ഒന്നും പറയുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ. അടുത്ത ഇൻഗ്രീഡിയന്റ് ഏതാണ്? ബൈൻഡർ. എന്താണ്? ബൈൻഡ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാന്ന് നോക്കിയാലോ. ദിസ് ഈസ് ദി മീഡിയം ദാറ്റ് ഹോൾഡ്സ് ദി പിഗ്മെന്റ് പാർട്ടിക്കിൾ ടുഗദർ. എന്തിനാണ് ബൈൻഡർ യൂസ് ചെയ്യുന്നത്? പിഗ്മെന്റ് പാർട്ടിക്കിൾസിനെ ഹോൾഡ് ചെയ്ത് നിർത്താനാണ് എന്ത്? ബൈൻഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്? നമ്മുടെ പെയിൻറ്റിലെ പിഗ്മെൻറ്റ്സിനെയും ബാക്കിയുള്ള മെറ്റീരിയൽസ്, അതായത് പെയിൻറ്റിൽ അടങ്ങിയിട്ടുള്ള ബാക്കി മെറ്റീരിയൽസിനെ എന്ത് ചെയ്ത് നിർത്താനാണ്? ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്താനാണ് ബൈൻഡർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് എന്തായിരിക്കാം? ചിലപ്പോൾ ഒരു ഗ്ലൂ ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തായിരിക്കാം? ഒരു ഗ്ലൂ, ഒരു പശ പോലെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് അലൗസ് ദി പെയിൻറ്റ് ടു അഡിയർ ടു ദി സർഫസ്. എന്താണ് അഡിയർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ആഡ് ചെയ്യുക. അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയും. അഡിസീവ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്ത് നിർത്തുന്ന മെറ്റീരിയലിനൊക്കെ നമ്മൾ അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയും. എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുക? പശ അല്ലേ? ഈ പശയില്ലേ, ഫെവിക്കോൾ ആയിരിക്കാം, ഫെവിക്വിക്ക് ആയിരിക്കാം, ഫ്ലെക്സ് ക്വിക്ക് ഉണ്ട്, അതുപോലുള്ള പശകളെയാണ് നമ്മൾ എന്ത് പറയുക? അഡിസീവ് മെറ്റീരിയൽ എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഈ അഡിസീവ് മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? അതായത് ഈ ബൈൻഡേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? പെയിൻറ്റിനെ സർഫസ് ആയിട്ട് കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ബൈൻഡർ ഈ പെയിൻറ്റിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ച് അപ്പം തന്നെ എന്ത് സംഭവിക്കും? പെയിൻറ്റ് ഉണങ്ങി കഴിയുമ്പോൾ പൊളിഞ്ഞു പോരും അല്ലേ? അതായത് നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിൽ എന്ത് വേണം? ബൈൻഡർ വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പെയിൻറ്റ് സർഫസിൽ സ്റ്റിക്കാവില്ല, ഒട്ടിപ്പിടിക്കില്ല. പെയിൻറ്റ് എന്ത് സംഭവിക്കും? അടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും നനവുള്ളത് കൊണ്ട്. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഒലിഞ്ഞു പോരാൻ തുടങ്ങും, അതായത് പൊളിഞ്ഞിങ്ങൾ പോരും. കാരണം എന്താ? ആ സർഫസായിട്ട് പെയിൻറ്റ് സ്റ്റിക്കാവാതെ പോകുന്നതാണ്, അതായത് ഒട്ടാതിരിക്കുക. അതായത് ഒരു ബൈൻഡർ ആ പെയിൻറ്റിൽ ഇല്ലാതിരിക്കുക. പിന്നെന്താണ് പറയുന്നത്? സർഫസ് ലിൻസ്ഡ് ഓയിൽ ഈസ് എ കോമൺ ആൻഡ് ട്രഡീഷണൽ ചോയ്സ്. എന്ത് ഓയിലാണ് യൂസ് ചെയ്യുക ഓയിൽ പെയിൻറ്റിൽ? എന്ത് ഓയിലാ? ലിൻസ്ഡ് ഓയിൽ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാവണല്ലോ ഈ ഓയില്. കേട്ടിട്ടുണ്ടോ? ആരൊന്നും പറയുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ടെങ്കിൽ പറയും. ആ, ലിൻസ്ഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് കോമൺ ആണ്. ഞാൻ വിചാരിച്ചെന്നുള്ളത് കേട്ടിട്ടുണ്ടാവുന്ന.
ലിൻസ്ഡ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിൽ ഉണ്ട്. അതാണ് നമ്മൾ കോമൺലി എന്തായിട്ട് യൂസ് ചെയ്യുക? ബൈൻഡറായിട്ട്. പെയിൻറ്റിൽ, അതായത് ഓയിൽ പെയിൻറ്റിൽ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ, ലിൻസ്ഡ് ഓയിൽ കേട്ടോ. അത് കോമൺ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ. എന്താണ് ലിൻസ്ഡ് ഓയിൽ? അതായത് ഒരു ഓയിലിന്റെ പേരാണ്. ഇപ്പം നമ്മൾ പറയില്ലേ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഓയിൽ, ഒരു ഓയിലിന്റെ പേരാണ് ലിൻസ്ഡ് ഓയിൽ എന്നുള്ളത്. ആ ഓയിലാണ് നമ്മൾ ട്രഡീഷണലി, അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ആദ്യകാലം മുതലേ യൂസ് ചെയ്ത് വരുന്ന, ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുന്ന ഒരു ബൈൻഡിങ് മെറ്റീരിയൽ ആണ് എന്ത്? ലിൻസ്ഡ് ഓയിൽ എന്നുള്ളത്. അപ്പോൾ ബൈൻഡർ എന്തിനു യൂസ് ചെയ്യുക? പാർട്ടിക്കിൾസിനെ ജോയിൻ്റ് ചെയ്ത് നിർത്താൻ, പാർട്ടിക്കിൾസിനെ ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ സർഫസും പെയിൻറ്റും തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്താനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ബൈൻഡർ യൂസ് ചെയ്യുക. ആ ബൈൻഡറായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാ? ലിൻസ്ഡ് ഓയിൽ. ഓക്കെ. അടുത്തെന്താണ് വരുന്നത്? ഒരു സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ. തിന്നർ കേട്ടിട്ടില്ലേ? ഒരു വെളുത്തിട്ടുള്ള കളറ് തിന്നർ. തിന്നർ പെയിന്റിൽ യൂസ് ചെയ്യുന്നത് എന്തിനാ? അതിന് സോൾവെന്റ് ആക്കാനായിട്ടാണ്. നമുക്ക് വേണ്ട സോൾവെന്റ് പോലെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ. നമുക്ക് വേണ്ട തിക്നെസ്സിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലാക്കി മാറ്റാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? തിന്നർ അല്ലെങ്കിൽ സോൾവെന്റ് യൂസ് ചെയ്യുക. അതായത് പെയിന്റ് ഭയങ്കര കട്ടിയിലുള്ളതായിരിക്കും അല്ലേ? നമ്മൾ തിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും സോൾവെന്റോ ഒഴിച്ചതിന് ശേഷമായിരിക്കും ആ പെയിന്റ് യൂസ് ചെയ്യുക അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ആ മേടിച്ച പെയിന്റ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാറുണ്ടോ? ഒരു സോൾവെന്റ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാൻ പാടുള്ളൂ ഏതൊരു പെയിന്റും. അതായത് സോൾവെന്റ് ഉള്ള അല്ലെങ്കിൽ തിന്നറോ സോൾവെന്റോ എന്തെങ്കിലും ഓൾറെഡി ഉള്ളതാണെങ്കിൽ, കണ്ടെയ്ൻ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പെയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് ഒരു സോൾവെന്റോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക തിന്നറാണ് അല്ലേ? തിന്നർ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ വാങ്ങുന്ന പെയിന്റിൽ തിന്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും സോൾവെന്റോ ഒഴിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ട രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ ആ പെയിന്റിനെ ആക്കണം. അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നോർമലി ആണെങ്കിൽ അതിന് കട്ടി കൂടുതലായിരിക്കും. കട്ടി കൂടുതലാകുമ്പോൾ എന്താ? ആ ലെയറിൻ്റെ തിക്നെസ് കൂടും. അപ്പോൾ ആ സർഫസിൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. കട്ടി കൂടുമ്പോൾ എന്താണ്? പൊളിഞ്ഞു പോരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും അല്ലേ? നമ്മൾ ആ ലെയറിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് ആണ് അത് പൊളിഞ്ഞു പോരുക. അതായത് കട്ടി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് തന്നെ ആ സർഫസിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും? പൊളിഞ്ഞിങ്ങ് പോരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിലാക്കാനാണ് തിന്നർ അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. നോക്കിയാലോ? വൈൽ നോട്ട് സ്ട്രിക്ട്ലി നെസസറി. സ്ട്രിക്ട്ലി നെസസറി അതായത് നമുക്ക് അത്ര നിർബന്ധം പറയാനായിട്ട് പറ്റില്ല. പക്ഷെ എന്ത് വേണം? സോൾവെന്റ് ഓർ തിന്നേഴ്സ് ക്യാൻ ബി ആഡഡ് ടു അഡ്ജസ്റ്റ് ദി കൺസിസ്റ്റൻസി ഓഫ് ദി പെയിൻറ്റ് ഫോർ ഈസിയർ അപ്ലിക്കേഷൻ. എന്താണ്? നമുക്ക് സുഖമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന രൂപത്തിൽ ആക്കിയിരിക്കണം പെയിൻറ്റിനെ. നമുക്ക് അത്ര നിർബന്ധമായിട്ട് ആഡ് ചെയ്യണമെന്നല്ല. പക്ഷെ എന്ത് വേണം? നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം പെയിൻറ്റ് ഉണ്ടാവേണ്ടത്. ഓക്കെ. വൈൽ നോട്ട് സ്ട്രിക്ട്ലി നെസസറി. നമുക്ക് അത്ര നിർബന്ധം ഇല്ല. പക്ഷെ എന്താണ്? ഒരു സോൾവെൻ്റ് അല്ലെങ്കിൽ തിന്നർ എന്ത് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺസിസ്റ്റൻസി നല്ല കൺസിസ്റ്റൻസി ആയിരിക്കും അല്ലേ? നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കില്ലേ പെയിൻറ്റ്? അതിനെന്ത് ചെയ്യാനായിട്ടാണ്? അതിൻ്റെ കൺസിസ്റ്റൻസി കുറയ്ക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാലാണ് നമുക്ക്
സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പെയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കട്ടി കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പെയിന്റ് പൊളിഞ്ഞു പോരുക. അതെ, അതൊക്കെയാണ് അതിന്റെ ഡിഫക്ട്സ് വരിക. അപ്പൊ ഈ ഒരു 3 മെറ്റീരിയലാണ് എന്തിലുണ്ടാവുക? പെയിന്റില്. ഓക്കെ. പിന്നെ ചില പെയിന്റിൽ മറ്റേ ഡ്രൈയേഴ്സുകൾ ഉണ്ടാവും. ഡ്രൈയർ പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട് ഡ്രൈയറുകൾ ആഡ് ചെയ്യുന്ന പെയിന്റുകളും ഉണ്ട്. ഡ്രൈയർ കേട്ടോ, 4ാമത്തെ പോയിന്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഡ്രൈയറും കൂടി ആഡ് ചെയ്ത് ചേർക്കാം. എന്തിനാണ്? പെട്ടെന്ന് ഡ്രൈ ആവാനായിട്ട്. ഓക്കെ. എന്താ? നോട്ടിൽ ചേർക്കാം. ഇത് അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. ഞാൻ എന്തായാലും നോട്ടിൽ ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇപ്പം എന്താണ്? ഒരു പിഗ്മെന്റ് ഉണ്ടായിരിക്കും. അത് നമുക്ക് വേണ്ട കളറിനനുസരിച്ചിട്ടായിരിക്കും ആ പിഗ്മെന്റ് ഉണ്ടായിരിക്കുക. ആ പിഗ്മെന്റ് ഒന്നില്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും കളർ പിഗ്മെന്റ്സ് വരിക. ഓക്കെ. ആ കളർ പിഗ്മെന്റ്സ് അനുസരിച്ച് അതിൻ്റെ സ്മെല്ലിലും ചേഞ്ച് വരാറുണ്ട്. അതായത് കെമിക്കൽസ് ആകുമ്പോൾ പെയിന്റിലും എന്ത് വരാറുണ്ട്? ചിലർക്ക് ഈ പെയിന്റിന്റെ സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ശ്വാസത്തിന് പ്രശ്നം വരും, ശ്വാസം എടുക്കാനൊക്കെ. അതെന്തുകൊണ്ടാ? ഇതിലടങ്ങിയിട്ടുള്ള കെമിക്കൽസ് ഉള്ളത് കൊണ്ടാ. മനസ്സിലായി? അതായത് സിന്തറ്റിക് യൂസ് ചെയ്തിട്ട് വരുന്ന പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ കണ്ടന്റ് ഒക്കെ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കെമിക്കലായിട്ടുള്ള റിയാക്ഷൻസ് ഫോം ചെയ്യാണ്. അപ്പോൾ ചിലർക്കത്, അലർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് വഴി പിഗ്മെന്റ്സ് ചെയ്യാറുണ്ട്. അതുപോലെ സിന്തറ്റിക് ആയിട്ടുള്ള, അതായത് കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്? കളർ പിഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഒന്നാമത്തെ പറഞ്ഞത്. പിന്നെ എന്താണ്? ബൈൻഡർ എന്തിനാണ്? കളർ പിഗ്മെന്റ്സിനെയും ബാക്കിയുള്ള പാർട്ടിക്കിൾസിനെയും ബൈൻഡ് ചെയ്ത് നിർത്തുന്നു. അതുപോലെ തന്നെ എന്താണ്? സർഫസ്, നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സർഫസിനെയും പെയിന്റിനും ബൈൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. യൂഷ്വലി നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ലിൻസ്ഡ് ഓയിലാണ് ഓയിൽ പെയിന്റിൽ യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ് പറഞ്ഞത്? സോൾവെന്റ്. പിന്നെ പെയിന്റിന്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുക? സോൾവെന്റ്സ് അല്ലെങ്കിൽ തിന്നർ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിർബന്ധമായിട്ട് ആഡ് ചെയ്യണമെന്ന് പറയില്ല. പക്ഷേ എന്താണ്? കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോൾവെന്റ്, തിന്നേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അഡീഷണൽ പറഞ്ഞതാണ് ഡ്രൈയേഴ്സ്. അതായത് പെട്ടെന്ന് ഉണങ്ങുന്ന പെയിന്റുകളിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഡ്രൈയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിത് നോട്ട്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അയക്കാം കേട്ടോ. നോട്ട് ക്ലിയർ അല്ലേ? ഇൻഗ്രീഡിയൻസ് പെയിന്റിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് പെയിന്റ് എന്താണെന്നുള്ളതും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ഇൻഗ്രീഡിയൻസ് ഓഫ് ആൻ ഐഡിയൽ ഓയിൽ പെയിന്റും. ഇത്രയാണ് പെയിന്റിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഓയിൽ പെയിന്റുകളിൽ നോർമൽ പെയിന്റുകൾ തമ്മിൽ തന്നെ കുറേ പെയിന്റുകളുണ്ട്. അലുമിനിയം പെയിന്റ് ഉണ്ട്, ഓയിൽ പെയിന്റ് ഉണ്ട്, ഇനാമൽ ഉണ്ട്, ഇല്ലേ? അത് സോൾവെന്റ്. അതിൽ ചില പെയിന്റുകളിലും അങ്ങനെ സോൾവെന്റ്സ് വാട്ടർ ആഡ് ചെയ്യാമെന്നുള്ളതുണ്ട്. നമ്മൾ ഈ തിന്നർ യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ. അതായത് സോൾവെന്റ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത പെയിന്റുകൾ ഉണ്ടാവും. ആണ് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സോൾവെന്റ് പോലുള്ള, അതായത് തിന്നർ, വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നോർമലി നമ്മൾ പെയിന്റുകളിൽ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ? ഓയിൽ പെയിന്റ് ബിൽഡിങ്ങിന്റെ ഉപയോഗിക്കുന്നുണ്ടോ? ഓയിൽ പെയിന്റ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക
ഈ സ്റ്റീലില്ലേ, സ്റ്റീൽ സ്ട്രക്ചറുകളിലാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അതായത് കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അതായത് നോർമലി ഉള്ള പെയിൻറ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും ഓയിൽ പെയിൻറ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കെമിക്കൽ റിയാക്ഷൻസ് കുറയും. അതുപോലെ എന്താണ്, തുരുമ്പൊക്കെ പിടിക്കുന്നത് കുറയും. റസ്റ്റ് ഇല്ലേ, കൊറോഷൻ സംഭവിക്കുക, റസ്റ്റിംഗ് സംഭവിക്കുക, അതൊക്കെ റെസിസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഓയിൽ പെയിൻറ് യൂസ് ചെയ്യുക. ഇതാണ് ഇൻഗ്രീഡിയൻസ് ഓഫ് ആൻ ഐഡിയൽ ഓയിൽ പെയിൻറ്. ഇതാണ് നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവാറും അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെയിൻറ്റിൽ എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത എന്താണ്, സ്ക്രീൻ മാറിയോ? ആ, എനിക്കിവിടെ കാണാൻ പറ്റും. എന്താണ് വാർണിഷ്? എന്താ വാർണിഷ്? വാർണിഷ് എവിടേക്കാണ് അടിക്കുന്നത് കണ്ടിട്ടുള്ള? എന്തിനു വേണ്ടിയിട്ടാണ് അടിക്കുന്നത്? വുഡില്. എന്തിനു വേണ്ടിയിട്ടാണ് അടിക്കുക? ഷൈനിങ്ങിന് ഒരു ഫിനിഷിങ് കോട്ട് എന്ന രീതിയിൽ വാർണിഷ് കൊടുക്കും അല്ലേ? ഒരു ക്ലിയർ ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള ടെക്സ്ചർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്താണ്, വാർണിഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കൂടും അല്ലേ? നല്ലൊരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. വാട്ടർ റെസിസ്റ്റൻ്റ് ആവും. പിന്നെ എന്തൊക്കെയാണ്? വാർണിഷ് എന്താന്ന് പറയാം. വാർണിഷ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണോ? എന്താണ് വാർണിഷ്? വാർണിഷ് ഈസ് എ ലിക്വിഡ് കോട്ടിങ്. എന്താണ്? ഒരു ലിക്വിഡ് കോട്ടിങ് തന്നെയാണ്. അതായത് ഒരു പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഒരു ലിക്വിഡ് കോട്ടിങ് ആണ് എന്ത്, വാർണിഷ്. ടിപ്പിക്കലി മെയ്ഡ് ഫ്രം റെസിൻസ് ആൻഡ് സോൾവെൻറ്റ്സ്. എന്താണ്? റെസിനും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, വാർണിഷ് എന്ന് പറയുക. റെസിൻ എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്ക് നോർമലി കാണുന്നുണ്ട് റെസിൻ ആർട്ടൊക്കെ അല്ലേ? ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, റെസിൻ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? റെസിൻ ആർട്ട് ചെയ്യുക. കണ്ടോ? കണ്ടോ? ക്ലിയർ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ വരുന്നതാണ് എന്ത്, റെസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെസിൻ തന്നെയാണ് എന്ത്, വാർണിഷ് എന്ന് പറയുന്നത്. നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ? ആ വുഡിൻ്റെ ആ ഇടയിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്താണ്, റെസിനാണ്. കളർ ആഡ് ചെയ്തിട്ടുള്ള റെസിനാണ്. ഇങ്ങനത്തെ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു ഡൈനിങ് ടേബിള്. അതായത് റെസിനാണത്. ഒരു ക്ലിയർ ആയി കണ്ടോ, ട്രാൻസ്പാരൻ്റ് ആണത്. അതിൽ കളർ ആഡ് ചെയ്തിട്ടാണ്. റെസിൻ സാധാരണ എന്താണ്, വൈറ്റ് കളറാണ്. അതായത് ക്ലിയർ, അതായത് കളറൊന്നും ഇല്ലാത്ത ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള വാർണിഷ് ഇല്ലേ, അതേ സെയിം തന്നെ റെസിനാണ്. അതിലെന്താണ്, കളർ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് ഈ സെയിം തന്നെയാണ് എന്ത്, നമ്മൾ പറഞ്ഞ വാർണിഷും. ഉണ്ടോ?
വാർണിഷ് ലിക്വിഡ് കോട്ടിംഗ് ആണ് ടിപ്പിക്കലി മെയ്ഡ് ഫ്രം റെസിൻ ആൻഡ് സോൾവെൻറ്റ് ദാറ്റ് ഡ്രൈസ് ടു ഫോം എ ഹാർഡ് ട്രാൻസ്പാരൻറ്റ് പ്രൊട്ടക്റ്റീവ് ഫിലിം. എന്താണ് വരുന്നത്? ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? ഹാർഡ്, അതായത് നല്ല കട്ടിയാവും. നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ലിക്വിഡ് ഫോമിലേക്ക് ആയിരിക്കും, പക്ഷെ എന്താണ്, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ഒരു ട്രാൻസ്പാരൻറ്റ് പ്രൊട്ടക്റ്റീവ് ഫിലിമായിട്ട്, ഒരു ലെയറായിട്ട് എന്തുണ്ടാവും? ആയിട്ടുണ്ടാവും. അത് വാർണിഷും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ഒരു ലിക്വിഡ് ഫോം ആയിരിക്കും. അത് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തായിരിക്കും? എന്ത് സംഭവിക്കുക? അപ്ലൈ ചെയ്തതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ലെയറായിട്ട് മാറും അത്, അല്ലേ? അങ്ങനെയല്ലേ വാർണിഷ് ആവുക നമ്മൾ വുഡിൽ, അതായത് ഫർണിച്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ. എന്താ? അതെ, അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയറായിട്ട് മാറും. ഓഫ്റ്റൻ യൂസ്ഡ് ടു എൻഹാൻസ് ദി അപ്പിയറൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് സർഫസസ് ലൈക്ക് വുഡ് ആൻഡ് പെയിൻറ്റിങ്സ്. എന്താണ്? നല്ലൊരു ഗുഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്? പ്രൊട്ടക്റ്റ് സർഫസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. ഏതിൻ്റെയൊക്കെ? വുഡും അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള സർഫസസുകളുടെ മുകളിൽ നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അല്ലേ? മെയിൻലി നമ്മൾ വാർണിഷൊക്കെ കണ്ടിട്ടുള്ളത് എന്തിലാണ്? വുഡിലാണ്. നമ്മൾ പെയിൻറ്റ് ചെയ്ത സർഫസിലും വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഈ വുഡിലൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം വാർണിഷ് കൊടുക്കില്ലേ? വുഡിൽ നമ്മൾ എക്സ്ട്രാ പെയിൻറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാറില്ലേ? അതിൻ്റെ മുകളിൽ നമ്മൾ വാർണിഷും കൊടുക്കാറുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്ത സർഫസിലും അതുപോലെ തന്നെ വുഡിലും നമ്മൾ എന്ത് ചെയ്യും? വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? നല്ല അപ്പിയറൻസ് കിട്ടാനും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും. ക്ലിയർ അല്ലേ? സ്റ്റോണിൽ നമുക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്യുന്നതിലൊക്കെ വാർണിഷ് കൊടുക്കാം, നല്ല അപ്പിയറൻസ് കിട്ടണം. അതായത് എക്സ്ട്രാ നമ്മൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിൽ. ഡ്രസ്സിങ് ഒക്കെ ചെയ്യില്ലേ? സ്റ്റോണിൻ്റെ ഡ്രസ്സിങ് ഒക്കെ ചെയ്യില്ലേ? പലതരം ഫിനിഷുകൾ, സർഫസ് ഫിനിഷുകൾ ചെയ്യില്ലേ സ്റ്റോണിൻ്റെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു 8 ടൈപ്പ് പോളിഷ് ചെയ്യുന്നതൊക്കെ. അതിലും വാർണിഷിങ് ചെയ്യാറുണ്ട്, പോളിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, പിന്നെന്താണ്? ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് വരുന്നത് വാർണിഷിൽ? ഡ്രൈയിങ് ഓയിൽസ്. എന്താണ് ആദ്യത്തെ? ഡ്രൈയിങ് ഓയിൽസ്. എന്താണ് ഡ്രൈയിങ് ഓയിൽസ്? വാർണിഷസ് ടിപ്പിക്കലി കണ്ടെയ്ൻ ഡ്രൈയിങ് ഓയിൽസ് ലൈക്ക് ലിൻസിഡ് ഓയിൽ or tongue oil which are essential for the filling forming process. എന്താണ് ഡ്രൈയിങ് ഓയിൽസ്? അതായത് ഡ്രൈയിങ് ഓയിൽസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഫിലിം പോലെ, അതായത് നമ്മൾ പറഞ്ഞു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ വാർണിഷസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആ ഫിലിം അല്ലെങ്കിൽ ആ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഓയിൽസ് ആണ്. എന്താണ്? ഡ്രൈയിങ് ഓയിൽസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഓയിൽസ് ഏതാണ്? നമ്മൾ പറഞ്ഞ ലിൻസ്ഡ് ഓയിൽ ഓർ ടങ് ഓയിൽ എന്ന് പറയും കേട്ടോ. 2 പേരും പറയാറുണ്ട്, ലിൻസ്ഡ് ഓയിലും ടങ് ഓയിലും. അതാണ് എന്ത് കൊടുക്കുന്നത്? ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫിലിം ലെയർ കൊടുക്കുന്നത് ഏതാണ്? ഏത് മെറ്റീരിയലാണ്? ഡ്രൈയിങ് ഓയിൽസ് ആണ്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? അടുത്ത എന്താണ്? റെസിൻ. നമ്മൾ പറഞ്ഞൊരു മെറ്റീരിയൽ ആണെങ്കിൽ പറഞ്ഞു നമ്മൾ റെസിനും സോൾവെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. റെസിൻ എന്താണ്? റെസിൻ സച്ച് ആസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് പറയുന്നുണ്ട് കേട്ടോ. റെസിന് എന്താണ്? സാൻഡ്രാക്സ്, ആംബർ ഓർ കോപ്പൽ. ഇതാണ് എന്ത്? റെസിൻ്റെ എക്സാമ്പിൾസ് കേട്ടോ. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾസ് ആണ്. പല ടൈപ്പ് റെസിൻസ് വരുന്നുണ്ട്. എന്താണ്? സാൻഡ്രാക്സ്, ആംബർ ഓർ കോപ്പൽ ആർ ഡിസോൾവ്ഡ് ഇൻ ദി ഡ്രൈയിങ് ഓയിൽ ടു ക്രിയേറ്റ് ദി വാർണിഷ്. എന്താണ്? ഈ ഡ്രൈയിങ് ഓയിലിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? റെസിൻ ആഡ് ചെയ്യും. എന്നിട്ട് ഡിസോൾവ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാർണിഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ ആണോ? റെസിൻ സച്ച് ആസ്, അതായത് റെസിന് എക്സാമ്പിൾസ് ആണ് ഏത്? സാൻഡ്രാക്സ്, ആംബർ ഓർ കോപ്പൽ. മലയാള നോട്ട് വേണമെങ്കിൽ ഈ സാൻഡ്രാക്സ് എന്നൊക്കെ അങ്ങനെ തന്നെയാണ് പറയാ. റെസിൻ എന്നുള്ളതും റെസിൻ തന്നെയാണ് പറയാ. അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ മലയാളം വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം. അങ്ങനെ നോട്ട് ഉണ്ടാക്കാം. അതെ, സാൻഡ്രാക്സ് ഒക്കെ സാൻഡ്രാക്സ് തന്നെയാണ് എഴുതുക. അല്ലാതെ അത് വേറെ വേർഡല്ല. അതിന് മലയാളം ഇല്ല. നമ്മൾ സാൻഡ്രാക്സ് എന്ന് പറയും. ഇപ്പം നമ്മുടെ പേരൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അത്. മലയാളം പറയുന്ന പോലെ സാൻഡ്രാക്സ്, ആംബർ ആൻഡ് കോപ്പൽ അങ്ങനെ തന്നെയാണ് അത് മലയാളവും പറയാം. ഇതൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. കാരണമാണ് ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇത്ര ഷോർട്ട് ആക്കിയിട്ട് തരുന്നത്. അല്ല നമ്മളിത് മലയാളത്തിലാണെങ്കിലും സാൻഡ്രാക്സ് തന്നെയാണ് പറയാ. സാൻഡ്രാക്സ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ വേറെ എവിടെയോ സാൻഡ്രാക്സിനെ കേട്ടിട്ടുണ്ട്, വിട്ടുപോയി എവിടെയാന്നുള്ളത്. അത് സാൻഡ്രാക്സ് തന്നെയാണ് പറയാ. സാൻഡ്രാക്സ്, ആംബർ അല്ല, സാൻഡ്രാക്സ് എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയാ. റെസിൻ എക്സാമ്പിൾ. ഓക്കെ, അതായത് റെസിൻസ് നമ്മൾ ഡ്രൈയിങ് ഓയിലിൽ ഡിസോൾവ് ചെയ്തെടുക്കുക. ഡിസോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലയിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യാന്ന് പറയാം. ഇൻ ദി ഡ്രൈയിങ് ഓയിൽ ടു ക്രിയേറ്റ് ദി വാർണിഷ്. വാർണിഷ് അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുണ്ട് വാർണിഷിൽ? ഡ്രൈയേഴ്സ് ഉണ്ട്. നമ്മൾ പെയിൻറ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രൈയറുകളുണ്ട് പെട്ടെന്ന് ഉണങ്ങാനായിട്ട്. എന്താണ്? ഡ്രൈയേഴ്സ് ആഡഡ് ടു ആക്സിലറേറ്റ് ദി ഡ്രൈയിങ് പ്രോസസ്സ്. എന്താണ്? ഉണക്കത്തിന്, അതായത് ഉണങ്ങുന്ന പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്. ആക്സിലറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ത്വരിതപ്പെടുത്തുക അല്ലേ? ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്വരണമല്ലേ മലയാളം. അതിനെ ത്വരിതപ്പെടുത്തുക, അതായത് കുറവോ കൂടുതലോ ആക്കുന്ന പ്രോസസ്സ്. ത്വരിതപ്പെടുത്തുന്ന ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്രൈയേഴ്സ്. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങാൻ പാടില്ല, അത് അതിൻ്റെ ടൈം എടുത്തിട്ട് ഉണങ്ങണം. അങ്ങനെയുള്ള പേജുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡ്രൈയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രൈയിങ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ടാണ്. ഒന്നില്ലെങ്കിൽ കുറയ്ക്കണം, അല്ലെങ്കിൽ ടൈം കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഡ്രൈയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ പെയിൻറ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും. അതായത് ഡ്രൈയിങ് പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട്, ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഡ്രൈയേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈയർ അല്ലേ? നമ്മൾ ഡ്രൈയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹെയർ ഡ്രയർ ഓർമ്മ വരാം അല്ലേ? മുടിയൊക്കെ നമ്മളിങ്ങനെ ഉണക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് പെയിൻറ്റിലും വരുന്നത്. പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ആക്സിലറേറ്റ് ചെയ്യുക, അതായത് അതിൻ്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങുന്നതിൻ്റെ ടൈം കുറയ്ക്കാം. പിന്നെന്താണ്? ഒരു സോൾവെൻറ്റ് വരുന്നുണ്ട്. എന്താണ്? വോളറ്റൈൽ സോൾവെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഹെൽപ്പ് ദി വാർണിഷ് സ്പ്രെഡ് ആൻഡ് അപ്ലൈ ഈവൻറ്റ്ലി. എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആവണം. ഒരു സ്ഥലത്ത് കട്ടി കൂടുതൽ കട്ടി കുറവ് അത് പറ്റില്ലല്ലോ. എല്ലാ സ്ഥലത്തും
ആ ലിക്വിഡ് ഫോമാണ്. ആ ലിക്വിഡ് ഫോം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ആവാനും നമുക്ക് ഈസിലി അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, സോൾവെൻറ്റ്സ് യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി ആക്കുന്ന കാര്യമല്ലേ. പെയിൻറ്റിൻ്റെ കേസിൽ നമ്മൾ സോൾവെൻറ്റ് എന്തിനാ യൂസ് ചെയ്യാം, കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് വാർണിഷിൻ്റെ കേസിലും വരുന്നത്. എന്താണ്, വാർണിഷ് കറക്റ്റായിട്ട് സ്പ്രെഡ് ആവുക. അതുപോലെ നമുക്ക് ഒരേപോലെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. അതിനെന്താണ് വോളറ്റൈൽ സോൾവെൻറ്റ്സ് എന്ന് പറയും കേട്ടോ. വോളറ്റൈലായിട്ടുള്ള സോൾവെൻറ്റ്സ് ആണ് നോർമലി യൂസ് ചെയ്യുക. ഇത്രയാണ് 4 ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത്. ഡ്രൈയിങ് ഓയിൽ, റെസിന്, ഡ്രയേഴ്സ്, സോൾവെൻറ്റ്സ്. ഓക്കെ. അടുത്ത ടോപ്പിക് എടുക്കണോ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നോട്ട്സ് നോക്കുക, നോട്ട്സ് അയച്ചു തരാം കേട്ടോ.